BMW ചരിത്രം വെറും ആഡംബര കാറുകളുടെ കഥയല്ല, അത് അതിജീവനത്തിൻ്റെ ഒരു ഐതിഹാസിക പോരാട്ടമാണ്. ഇന്ന് കാണുന്ന അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്ന പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് 3 തവണ ഈ കമ്പനി ഏതാണ്ട് തകർന്നു പോയതാണ്. പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ കുതിച്ചുയരാം എന്നതിന് BMW കഥ നമുക്ക് വലിയ പ്രചോദനം നൽകും. 1916 വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിച്ചുകൊണ്ടാണ് BMW തുടക്കമിട്ടത്. എന്നാൽ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചു. തൻ്റെ പ്രധാന വരുമാന മാർഗം അടഞ്ഞപ്പോൾ അവർ തളർന്നില്ല. വിമാനങ്ങളിൽ നിന്ന് അവർ മോട്ടോർ സൈക്കിളുകളിലേക്കും പിന്നീട് കാറുകളിലേക്കും ശ്രദ്ധ മാറ്റി. 1950കളുടെ അവസാനം BMW വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കടം പെരുകിയപ്പോൾ കമ്പനിയെ തങ്ങളുടെ പ്രധാന എതിരാളികളായ മേഴ്സിഡസ് ബെൻസിനെ വിൽക്കാൻ ബോർഡ് അംഗങ്ങൾ തീരുമാനിച്ചു. എന്നാൽ 1959 ആ നിർണായക യോഗത്തിൽ BMW ജീവനക്കാരും ചെറിയ ഓഹരി ഉടമകളും ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. കമ്പനിയുടെ ആത്മാവിനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവരുടെ ആവേശവും ആത്മവിശ്വാസവും കണ്ട ഹെർബർട്ട് ക്വാൺ എന്ന വ്യവസായി കമ്പനിയിൽ വലിയ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു. ആ ഒരൊറ്റ പോരാട്ടമാണ് ഇന്ന് നമ്മൾ കാണുന്ന BMW നിലനിർത്തിയത്. കൈവശമുള്ള അവസാനത്തെ പണം ഉപയോഗിച്ച് BMW അവരുടെ പുതിയ മോഡലായ ന്യൂ ക്ലാസ് പുറത്തിറക്കി. ഇതൊരു ഡു ഓർ ഡൈ, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക സാഹചര്യമായിരുന്നു. ആ കാർ വൻ വിജയമായി മാറി. അവിടെ നിന്നാണ് ആധുനിക സ്പോർട്സ് സെഡാനുകളുടെ യുഗം ആരംഭിച്ചത്. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, പഴയത് നഷ്ടപ്പെടുമ്പോൾ പുതിയൊന്നിന് തുടക്കമിടാനുള്ള ധൈര്യം കാണിക്കുക. ഒറ്റക്കെട്ടായ പോരാട്ടം. ചുറ്റുമുള്ളവർ കൈവിടുമ്പോഴും സ്വന്തം ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ ഏത് പതനത്തിൽ നിന്നും രക്ഷപ്പെടാം. പരാജയത്തിന് തൊട്ടടുത്താണ് വിജയം. BMW വിറ്റുപോകാതിരുന്നത് അവരുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ തുടക്കമായിരുന്നു. പരാജയപ്പെടാൻ വിസമ്മതിക്കുന്നവരുടെ മുന്നിൽ ലോകം വഴിമാറിക്കൊടുക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധിയെ മറികടക്കാൻ ഈ കഥ നിങ്ങളെ സഹായിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.